എന്താണ് ഡീൽ എന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടില്ല, കെ.സി. വേണുഗോപാലും വ്യക്തമാക്കിയിട്ടില്ല. ഡീൽ എന്ന് പറയുകയാണ്. അതായാലും ഈ ഡീൽ എന്നുള്ള ഈ ഒരു വാദം അല്ലെങ്കിൽ വിവാദം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി യു ഡി എഫിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് CPM-ഉം BJP-യും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ഡീലുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അതിന് പാലക്കാടാണ് ആദ്യത്തെ മണ്ഡലമായി, പ്രധാനപ്പെട്ട മണ്ഡലമായി UDF ഉയർത്തിക്കാട്ടുന്നത്. പാലക്കാട് എന്താണ് ഒരു LDF-ന് അവരുടെ പാർട്ടി, അവരുടെ സംഘടന ഒരു സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിച്ച് നിർത്തുന്നത് ഒരു ഡീലാണ് എന്ന് ആരോപിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. BJP-യെ സംബന്ധിച്ച് ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം എന്നാണ് UDF-ൻ്റെ തീരുമാനമെങ്കിൽ അവിടെ രമേശ് പിഷാരടി എന്ന സിനിമാ നടനാണോ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. നേരത്തെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത് വലിയ ചർച്ചയാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണല്ലോ. ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സിനിമാ നടൻ കൂടിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ആകെ 506 അംഗങ്ങളാണ് അമ്മയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന 11 പേരാണ് ഈ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പൊക്കെ വേറെ രീതിയിലാണ് കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വിളിച്ച് അവിടെ മമ്മൂട്ടിയെ ഞാനിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ പ്രചരണം പാലക്കാട്ട് നടക്കുന്നത്. വിജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട്ട് കൊണ്ടുവരും എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. മമ്മൂട്ടി വീഡിയോ കോൾ വിളിക്കുന്നത് അവിടെ ആളുകളെയൊക്കെ കാണിച്ചാണ് പ്രചരണം നടക്കുന്നത്. ഷാഫി പറമ്പിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ മമ്മൂട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി ജയിക്കില്ലായിരുന്നു. ആരാണ് അമ്മയെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയുള്ള വലിയ നടന്മാരാണ് അമ്മയുടെ നിയന്ത്രണത്തിലുള്ളതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരാളുടെ വലിയ ബാക്കപ്പ് ഉള്ള ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു രമേശ് പിഷാരടി ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരുന്നത്? ദയനീയമായാണ് പരാജയപ്പെട്ടത്.